സ്ത്രീയുടെ മാനം വെച്ച് നാറിയ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ, അതേ കോൺഗ്രസ്സുകാർ പെണ്ണിൻ്റെ മാനത്തിന് വിലയിടുന്നു. ആ വിലയിട്ട സംഖ്യയിൽ നിന്നും കൈയിട്ട് വാരുന്നു. കൈയിട്ട് വാരിയ കാശ് തിരികെ കിട്ടാൻ വേണ്ടി പരാതിക്കാരി കോൺഗ്രസ് നേതാക്കന്മാരെ ഫോൺ ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായിട്ട് നിരവധി വോയിസ് ക്ലിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് പരാതിക്കാരി, അതായത് ഇര സ്ത്രീ വിളിക്കുന്നത് നമ്മുടെ രാധേട്ടനെയാണ്. രാധേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ധാർമ്മികതയും കള്ളക്കണ്ണീരും ഒഴുക്കുന്ന കോൺഗ്രസ്സുകാരെ, നിങ്ങളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നെറികേട് കാണിച്ച് പെണ്ണിൻ്റെ മാനം വെച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കി കമ്മീഷൻ അടിച്ച് നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇന്നത്തെ വോയിസ് ക്ലിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണോ? സാറേ നമസ്കാരം. ഞാൻ അങ്കമാലിയിൽ നിന്ന് നോബിയെ വിളിക്കണേ സാറേ. ഞാൻ ഒരു വിഷയം സാറിനെ അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഹലോ. സാറേ, അതെ, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ ബെന്നി ബെഹനാൻ MP എനിക്ക് കുറച്ച് പൈസ തരാണ്ട് അത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് 5 വർഷമായിട്ട് അത് തന്നിട്ടില്ല. ഞാൻ ജോസ് തെറ്റയിൽ കേസിൽ പരാതിക്കാരിയാണ്. ഹലോ, അത് നമ്മുടെ ജോസ് തെറ്റയിൽ കേസിൻ്റെ പരാതിക്കാരിയാണ് ഞാൻ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ബെന്നി ബെഹനാൻ സാറിനെ ഏൽപ്പിച്ച പൈസ അങ്ങേര് ഇത്രയും വർഷമായിട്ടും 11 വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടപ്പോൾ അത് ബെന്നി ബെഹനാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, കുട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ തന്നോളൂ, ബാക്കി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അങ്കമാലിലെ വീട്ടിലും തൃക്കാക്കര നമുക്ക് 1,28 ലക്ഷം രൂപയാണ് തന്നത്. അതിൽ 15 കോടി രൂപ ബെന്നി ബെഹനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബാക്കി 15 കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബെഹനാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാറ് 4-5 പ്രാവശ്യം എൻ്റെ കൈ പിടിച്ച് വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് ബെന്നി ബെഹനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ തെറ്റേൽ ചെയ്തേക്കാളും വലിയ ചെറ്റത്തരാണ് ആ കുട്ടിയോട് ചെയ്ത്, ആ കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ ഇങ്ങനെ നടത്തി ഇപ്പോൾ ഞാൻ ആകെ പെരുവഴിയിലായി സാറേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഒരു മന്ത്രിസഭ നിലനിർത്തിയതാണ് എൻ്റെ തെറ്റ്. ഇങ്ങനെ ഇന്ന് തരാം, തരില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ വീട്ടിലും തിരുവനന്തപുരത്തും MLA ഹോസ്റ്റലിലും അതുപോലെ തന്നെ തൃക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് അയാളുടെ. അപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. സാറ്, ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ്. എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ വിഷയം കാരണം എന്നെ എന്തിനാണ് എടുത്തിയാടി ഇവരൊക്കെ പറയുന്നത് കേട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാണ്. നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല. കിട്ടിയ പൈസ ഒരു 4 ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെന്നി ബെഹനാൻ സാറാണ് പറഞ്ഞത്. അന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരം നടന്നല്ലോ. ജോസ് അങ്കിൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആദർശിൻ്റെ അപ്പ ജോസ് തെറ്റീലങ്കിൾ. അപ്പോൾ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് രാജിവെക്കണമെന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജോസ് തെറ്റീൽ സാർ അവിടെ സമരം നടത്തിയപ്പോൾ എൻ്റെ ഫാമിലി ഇഷ്യൂ, ഞാനും ജോസ് തെറ്റീൽ അങ്കിളുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പരാതി കൊടുത്താൽ മതി SP ഓഫീസിൽ എന്ന് പറഞ്ഞ് ബെന്നി ബെഹനാൻ്റെ വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പോൾ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി, കേസായി, പ്രശ്നങ്ങളായി. അതേ ഉമ്മൻചാണ്ടി സാറ് 4 പോലീസിനെ ഫ്ലാറ്റിലേക്ക് മഫ്തി വേഷത്തിൽ വിട്ടു. ക്ലിഫ് ഹൗസിലേക്ക് ഉടനടി വരാൻ പറഞ്ഞു കേസൊക്കെ തീർന്നപ്പോൾ. എന്നിട്ട് ഞാൻ ക്ലിഫ് ഹൗസിൽ ടാക്സി വിളിച്ച് ചെന്നപ്പോൾ അവിടെ മറിയാമ്മ ആൻറ്റി ഉണ്ടായി, ഉമ്മൻചാണ്ടി സാറിൻ്റെ മോളുടെ കുട്ടി ഉണ്ടായി, പിന്നെ മോനുണ്ടായി, പിന്നെ പുള്ളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി. അപ്പോൾ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത്, ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നി ബെഹനാൻ അവിടുന്ന് 15 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിൽ CP മുഹമ്മദിന് കുറച്ച് പൈസ കൊടുത്തു, ഇടനിലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തു, പിന്നെ അന്ന് തെറ്റേലിൻ്റെ വീട്ടിലെ വീട് ഗേറ്റ് തല്ലി പൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ പൈസയാണ് അവൻ മേടിച്ചിട്ട് പോയത്, കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വിളിച്ച് ചീത്ത പറയും. ഇന്ന് വരെ തരില്ല എന്ന് പറയുന്നില്ല. അന്ന് ഒരു ആൾക്ക് പൈസ തരില്ലെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ മതിയില്ലേ. എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയും നാളെ അവിടെ വാ, മറ്റന്നാൾ വാ, തൃക്കാക്കര വായോ എന്ന് പറഞ്ഞു, MLA ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് വായോ എന്ന് പറഞ്ഞു. ഞാൻ ഈ ടാക്സിയും വിളിച്ച് 11 വർഷം ഇയാളുടെ പുറകെ നടക്കും. ഇയാൾ ഇന്ന് തരാൻ നാളെ സെറ്റിൽ ചെയ്യാം, അന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ ചെയ്യില്ല എന്നത് പറഞ്ഞു. ഒരാൾ പൈസ തരാനുള്ള കാരണമല്ലേ തരാനുണ്ടെന്ന് പറയണേ, അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കല്ലേ വേണ്ടത്. ഇതെല്ലാ ദിവസവും അവിടെ ചെല്ലും, ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും, ചായ തരും, ഇതൊക്കെ തന്നെ വിടും. ഞാൻ ഇതിൻ്റെ പരാതി പറയാം AK ആൻ്റണി സാറിനെ കാണാൻ ഒരു ദിവസം പോയിട്ടുണ്ടായി. അപ്പോൾ AK ആൻ്റണി സാറ് പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും, അവൻ ചെലവിന് തരട്ടെ, അവനല്ലേ ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയല്ലേ സാറേ, എന്നെ ഇങ്ങനെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ആക്കി ഒരുപാട് നടത്താമോ? എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കല്ലേ വേണ്ടത്. ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിലാണ്. സാറേ, ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിലാണ്. എൻ്റെ വീട്ടുകാർ ഈ പ്രശ്നം കാരണം നാട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയണം. എന്തുകൊണ്ട് നീ എന്തിനാണ് അവർ പറയുന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നത്? അതിൻ്റെ ആവശ്യം എന്തിരിക്കണോ? നാണം കിട്ടിയില്ലേ നാട്ടിലും വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു. എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയി, മദർ രോഗിയായിപ്പോയി, ആകെ പ്രശ്നത്തിലകപ്പെട്ടു.
എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെൻറ്റ് എന്തെങ്കിലും ഇവർ ചെയ്തു തരണ്ടേ, അതും ചെയ്തു തന്നില്ല. കഷ്ടം കഷ്ടം. വളരെ അവസ്ഥയിലാണ്. എന്നോട് ചോദിക്കട്ടെ കേട്ടോ. സാറിനെ ഞാൻ എന്ന് വിളിക്കണേ സാറേ? എന്നെ വിളിക്കട്ടെ, ഞാൻ പിന്നീട് ചോദിക്കാം. സാറൊന്ന് സംസാരിച്ച് കുറച്ച് പൈസ ഇപ്പോൾ തന്നിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടായാലും തന്നാൽ മതി. എനിക്കൊന്നും തൽക്കാലം. അല്ല, സാറായിരുന്നു അന്ന് എൻ്റെ കേസ് അന്വേഷിച്ചത്. സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് സാറിനായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറായിരുന്നു. സാറാണ് അന്ന് കേസ് അന്വേഷിച്ച് ഉത്തരവിട്ടത്. സാറേ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആര് MLA ആയാലും MP ആയാലും കാര്യമില്ലല്ലോ സാറേ. അതെ, അത് ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണ്. ഉമ്മൻചാണ്ടി സാർ കൊടുത്തുവിട്ട പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട്. ഉമ്മൻചാണ്ടി സാറ് 4 പോലീസുകാരെ വിട്ടിട്ട് ക്ലിഫ് ഹൗസിൽ ചെല്ലാൻ പറഞ്ഞ് എന്നോട് നേരിട്ട് പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞതാണ്. അത്രയും സത്യസന്ധത ഉമ്മൻചാണ്ടി സാർ കാണിച്ചു. ഹലോ, സാർ ഒന്ന് സംസാരിക്കണം, ഇതിൽ കാര്യമായിട്ടൊന്ന് ഇടപെടണം സാറേ. ഒന്ന് ഇടപെട്ട് ശരിയാക്കി തരാം. സാറ് വിചാരിച്ചു നടക്കും. സാറ് ഒരു സത്യനീതിയൊക്കെ പാലിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അല്ല അതല്ല, എനിക്ക് തരാൻ കൊടുത്തു വിട്ട പൈസ. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നേരിട്ട് സാറിന് തന്നാൽ മതിയില്ലായിരുന്നു, എന്തിനാണ് ബെന്നി ബെഹനാനെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഒരുപാട് കണക്കൊക്കെ നിരത്തി ഇവിടെ വന്ന് ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു. പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തതെന്നാണ് സാറ് പറഞ്ഞത്. 15 കോടി രൂപ എടുത്തു കൊടുത്തത്. ഒന്ന് ചോദിച്ചിട്ട് സാറ് ഒന്ന് സഹായിക്കണം എന്നെ. ശരി സാറേ, വലിയ ഉപകാരം. താങ്ക്സ്. ഓക്കെ.